എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ലൈഫ് ട്രീറ്റ്മെന്റ് ആണോ അതല്ല മെഡിക്കലി ആളുകൾക്ക് പുറത്തുനിന്ന് വരികയാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അസുഖങ്ങൾ മാറാൻ അങ്ങനെയുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുക. നമ്മളോട് ഇപ്പോൾ ഉള്ളത് എയർ റിസോർട്ടിലെ ഡോക്ടർ ചിത്രയാണ്. അപ്പം ചിത്ര നമ്മളോട് സംസാരിക്കും. മാം, നമുക്ക് ഇവിടെ പ്രോപ്പർ ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്റർ, നമ്മുടെ ഇത് പ്രോപ്പർ ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്റർ ആണ്. ഇവിടെ കിടത്തി ചികിത്സ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലഷറിൽ വരുന്നവർക്ക് 1 day 2 ഡേക്കുള്ള ട്രീറ്റ്മെന്റ് പാക്കേജസും അവൈലബിൾ ആണ്. പ്രോപ്പറായിട്ട് കിടത്തി ചികിത്സയിലാണെങ്കിൽ 3 nights തൊട്ട് പാക്കേജസ് ഉണ്ട്. കിടന്ന് അവരുടെ ട്രീറ്റ്മെന്റ്, ഫുഡ്, സ്റ്റേ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജസ് ആണ് അവൈലബിൾ. 3 nights, 7 nights, 14 nights, 21 nights, 28 nights അങ്ങനെ നമ്മൾ പാക്കേജസ് പോകും. പല കണ്ടീഷൻസിനുള്ള പാക്കേജസ് ഇവിടെ അവൈലബിൾ ആണ്. ആർത്രൈറ്റിസിനുണ്ട്, ഡയബറ്റീസിനുണ്ട്, ബാക്ക് പെയിനിന് പാക്കേജസ് ഉണ്ട്, വെയിറ്റ് ലോസ് ഉണ്ട്, ഒരു ഡീടോക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ എൻവയോൺമെന്റ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആവുന്നത് നമ്മുടെ സ്ട്രെസ് റിലീവിങ് പാക്കേജസും നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം 7 nights തൊട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്സിനുള്ള പാക്കേജസ് ആണ്. നമുക്ക് ഡെയിലി ഒരു മസാജ് വന്ന് എടുത്തിട്ട് പോവാം. അങ്ങനെ ലഷറിൽ വന്നവർക്ക് അങ്ങനത്തെ പാക്കേജസ് ഉണ്ട്. നമുക്ക് ഒരു ദിവസം വന്ന് മസാജ് എടുക്കാം. അതുപോലെ ഹെഡ് മസാജ്, ഫേഷ്യൽ, ആയുർവേദിക് ഫേഷ്യൽസ് ആണ്. അതുപോലെ കാലിന് വേദന ഉള്ളവർക്ക് പർട്ടിക്കുലർ ആയിട്ട് ഫുഡ് മസാജ്, ഡാൻഡ്രഫിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളവർക്ക്, ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളവർക്ക് അങ്ങനത്തെ മസാജ് അത് അവൈലബിൾ ആണ്. പിന്നെ 2 hours സെഷൻസും അവൈലബിൾ ആണ്. അവർക്കൊരു കംപ്ലീറ്റ് ഒരു റിജുവിനേഷൻ എന്നുള്ള രീതിക്ക് 2 hours സെഷൻസും അവൈലബിൾ ആണ്. ഒരു കസ്റ്റമർ നമ്മളിപ്പം പേഷ്യന്റിനെ കൊണ്ടുവരാണ്, അവർക്ക് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും? അതായത് അവർക്ക് എന്തെങ്കിലും വാദസംബന്ധം അങ്ങനെ പല അസുഖങ്ങളുണ്ടാക്കാം. ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി നമ്മൾ ഇത്ര ദിവസത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ അവർക്ക് മോസ്റ്റ്ലി നമുക്ക് ഒന്നിനും 99% ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് എത്ര പെർസെന്റേജ് പറയാൻ പറ്റും? അപ്പൊ അത് ഏത് ട്രീറ്റ്മെന്റ് എത്ര ദിവസം എടുത്താൽ മാറാൻ പറ്റുമെന്ന് ഡോക്ടർ നമ്മളോട് പറയാം. വരികയാണെങ്കിൽ ഫോറിനാവാം, ഫോറിനേഴ്സ് ആവാം, കേരളത്തിലുള്ളവരാകും, ഇന്ത്യക്കകത്തുള്ളവരാണ്. യൂഷ്വലി നമ്മുടെ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ എൻക്വയറി വന്നു കഴിഞ്ഞാൽ റിസർവേഷൻ ത്രൂ നമുക്കൊരു കോൾ വരും, ഡോക്ടേഴ്സിന് ഒരു കോൾ വരും. ഡോക്ടർ ഓൺലൈനായിട്ട് അവരെ കണ്ട് സംസാരിക്കും. എന്താണ് അവരുടെ പ്രോബ്ലം, എന്താണ് കണ്ടീഷൻ, അവരുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ ഡോക്ടർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എന്താണ് പ്രശ്നം, എത്ര ദിവസത്തെ പാക്കേജ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവാം, ഏത് പാക്കേജ് എടുത്ത് വന്നാലാണ്, ഏത് ട്രീറ്റ്മെന്റ് പ്രോഗ്രാം എടുത്താലാണ് അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വരിക അവരുടെ കണ്ടീഷൻ അനുസരിച്ച് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അസസ് ചെയ്ത് അവരുടെ അടുത്ത് തന്നെ പറയും. അന്നപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ റിസർവേഷൻ ടീം അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇത്ര ദിവസത്തേക്കുള്ള പാക്കേജും റേറ്റ്സും കാര്യങ്ങളും കൊടുത്ത് അങ്ങനെയാണ് നമുക്ക് ബുക്കിംഗ് വരിക. യൂഷ്വലി മോസ്റ്റ്ലി നമുക്ക് കാരണം വോയിസ് കോളോ അല്ലെങ്കിൽ വീഡിയോ കോളോ ഏത് കോള് വഴിയും കൺസൾട്ടേഷൻ, ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യണമുണ്ട്. മോസ്റ്റ്ലി നമുക്ക് നല്ലൊരു രീതിക്ക് എത്ര പെർസെൻറ്റേജ് വരെ ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ചില കണ്ടീഷൻസിൽ നല്ല ഇമ്പ്രൂവ്മെന്റ്, അറൌണ്ട് 99-100% ഇമ്പ്രൂവ്മെന്റ് കിട്ടാറുണ്ട് പേഷ്യൻസിന്. ചിലത് നമ്മൾ റിപ്പീറ്റ് ആവും, ക്രോണിക് കേസസ് വരും. അതിനൊക്കെ ഒരു 6 months അല്ലെങ്കിൽ 8 months കൂടുമ്പോൾ ഒരു സെറ്റ് ഓഫ് ട്രീറ്റ്മെന്റ് കൂടി എടുക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞോടുകൂടി നല്ല ഇമ്പ്രൂവ്മെന്റ് സാധാരണ വരാറുണ്ട്.